ബംഗ്ലാദേശിന്റെ ആരോഗ്യ മേഖലയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് രാജ്യമൊട്ടാകെ അഞ്ചാം പനി പടർന്നു പിടിക്കുന്നു. മാർച്ച് 15 മുതൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകൾ പ്രകാരം ഇതിനോടകം 250-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി കഴിഞ്ഞു. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും പിഞ്ചു കുഞ്ഞുങ്ങളാണെന്ന സ്ഥിതിഗതികളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. രോഗവ്യാപനത്തിന്റെ തോത് പരിശോധിച്ചാൽ ബംഗ്ലാദേശിലെ ആകെയുള്ള 64 ജില്ലകളിൽ 58 എണ്ണത്തിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും നിലവിൽ അഞ്ചാം പനിയുടെ പിടിയിലാണ്. അതിവേഗം പടരുന്ന വൈറസ് ബാധയെ നിയന്ത്രിക്കാൻ ആരോഗ്യ സംവിധാനങ്ങൾ പാടുപെടുകയാണ്. രോഗബാധിതരുടെ പ്രായം പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആകെ രോഗം ബാധിച്ചവരിൽ 91% 1 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. പ്രതിരോധശേഷി കുറഞ്ഞ പ്രായത്തിലുള്ള കുട്ടികളെ രോഗം അതിവേഗം കീഴ്പ്പെടുത്തുന്നത് രാജ്യത്ത് വലിയൊരു മാനസിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്ത് പ്രതിരോധ വാക്സിനേഷൻ നൽകുന്നതിൽ സംഭവിച്ച കനത്ത വീഴ്ചയാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൃത്യസമയത്ത് നൽകേണ്ടിരുന്ന വാക്സിനുകൾ മുടങ്ങിയത് സമൂഹത്തിൽ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കാൻ കാരണമായി. സ്ഥിതി വിവരണ കണക്കുകൾ പ്രകാരം 2017 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ബംഗ്ലാദേശിലെ വാക്സിനേഷൻ നിരക്ക് 89% മുതൽ 93% വരെയായിരുന്നു. എന്നാൽ 2025 ഇത് 59.6% കുത്തനെ ഇടിഞ്ഞു. ഒരു വർഷത്തിനിടെ ഉണ്ടായ ഈ വൻ ഇടിവാട് അഞ്ചാം പനിയെ ഒരു മഹാമാരിയായി മാറ്റിയത്. രാജ്യത്തുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയും കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ സാമ്പത്തിക തകർച്ചയും ആരോഗ്യ പരിപാടികളെ സാരമായി ബാധിച്ചിരുന്നു. ഗ്രാമീണ മേഖലകളിൽ വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തുന്നതിൽ ആരോഗ്യ പ്രവർത്തകർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. ഇത് കുട്ടികളുടെ വാക്സിനേഷൻ കവറേജ് കുറയ്ക്കാൻ ഇടയാക്കി. ഈ ആരോഗ്യ പ്രതിസന്ധികൾക്കിടയിൽ രാജ്യം ഇപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ബംഗ്ലാദേശ് മുൻ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിനെയും അദ്ദേഹത്തിന്റെ ഇടക്കാല സർക്കാരിലെ മറ്റംഗങ്ങൾക്കുമെതിരെ യാത്രാവിലക്ക് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്നു. അഭിഭാഷകനായ എം അഷ്റഫുൽ ഇസ്ലാമാണ് ഈ ഹർജി നൽകിയത്. സർക്കാർ തലത്തിലുണ്ടായ പരാജയങ്ങളും വാക്സിനേഷൻ നയത്തിലെ പാളിച്ചകളുമാണ് ഇത്രയുമധികം കുട്ടികളുടെ മരണത്തിന് ഇടയാക്കിയതെന്ന് ഹർജിയിൽ അദ്ദേഹം ശക്തമായി ആരോപിക്കുന്നു. ഭരണകൂടത്തിന്റെ അനാസ്ഥയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ നിയമ നടപടി. വാക്സിനേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുൻ സർക്കാർ എടുത്ത ചില വിവാദ തീരുമാനങ്ങളും ഇപ്പോൾ ചർച്ചയാവുകയാണ്. സർക്കാർ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്ന വാക്സിനേഷൻ പദ്ധതി സ്വകാര്യ മേഖലയിലേക്ക് മാറ്റാനുള്ള നീക്കം യുഎസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി ഹർജിയിൽ വ്യക്തമാക്കുന്നു. സൗജന്യമായി ലഭിക്കേണ്ട വാക്സിനുകൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകാനുള്ള നീക്കം സാധാരണക്കാരായ ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ അപ്രാപ്യമാക്കി. പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കൃത്യസമയത്ത് മരുന്ന് ലഭിക്കാത്തത് മരണസംഖ്യ ഉയരാൻ കാരണമായെന്ന് ആരോഗ്യ പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു. നിലവിൽ രാജ്യത്തെ പ്രധാന ആശുപത്രികളെല്ലാം രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കുട്ടികളുടെ വാർഡുകളിൽ സൗകര്യങ്ങൾ തികയാത്ത അവസ്ഥയാണ് പലയിടത്തും. ഓക്സിജൻ ലഭ്യതയും ജീവൻ രക്ഷാ മരുന്നുകളുടെ കുറവും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. ഗ്രാമീണ മേഖലകളിലെ സ്ഥിതി കൂടുതൽ പരിതാപകരമാണ്. പലയിടങ്ങളിലും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേക്കും ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്നില്ല. യാത്രാ സൗകര്യങ്ങളുടെ കുറവും ആരോഗ്യ കേന്ദ്രങ്ങളുടെ ദൂരവും മരണനിരക്ക് വർദ്ധിപ്പിക്കുന്ന മറ്റ് ഘടകങ്ങളാണ്. ലോകാരോഗ്യ സംഘടനയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും ബംഗ്ലാദേശിന് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി മാസ് വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവർ നിർദ്ദേശിക്കുന്നു. വൈറസ് വ്യാപനം തടയാൻ അതിവേഗ നടപടികൾ ആവശ്യമാണ്. അഞ്ചാം പനി പടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകി. മാതാപിതാക്കൾക്കിടയിൽ ബോധവൽക്കരണം ശക്തമാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും ഈ വിഷയത്തിൽ സജീവമാണ്. നിലവിലെ ഇടക്കാല സർക്കാരിന്റെ ഭരണപരമായ പരാജയമാണ് ഇതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ മുൻകാലങ്ങളിലെ നയപരമായ വീഴ്ചകളാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന് അടിസ്ഥാനമെന്ന് സർക്കാർ അനുകൂലികളും വാദിക്കുന്നു. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഉടൻ തന്നെ വാദം കേൾക്കുമെന്നാണ് സൂചന. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ള മുൻ സർക്കാർ പ്രതിനിധികളെ തടയണമെന്ന ആവശ്യം കോടതി ഗൗരവമായി പരിഗണിച്ചേക്കും. ഉത്തരവാദിത്തപ്പെട്ടവർ ശിക്ഷിക്കപ്പെടണമെന്ന ജനവികാരം ശക്തമാണ്. അഞ്ചാം പനി ബാധിച്ച മരിച്ച കുട്ടികളുടെ കുടുംബങ്ങളുടെ നിലവിളി രാജ്യത്തെ വേദനിപ്പിക്കുകയാണ്. വാക്സിൻ എന്ന ലളിതമായ പ്രതിരോധ മാർഗം ലഭ്യമാക്കാൻ കഴിയാത്തത് ഒരു രാഷ്ട്രം എന്ന നിലയിൽ വലിയ നാണക്കേടാണെന്ന് സാമൂഹ്യ പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നു. ബംഗ്ലാദേശിലെ ഈ സാഹചര്യം അയൽരാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വാക്സിനേഷൻ നിരക്കിൽ ഉണ്ടാകുന്ന ചെറിയ കുറവ് പോലും എത്രത്തോളം വലിയ വിപത്താണ് വരുത്തി വെക്കുക എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്.
ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെയും രാഷ്ട്രീയ മാറ്റങ്ങൾ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയെ ബാധിക്കാതെ നോക്കേണ്ടതിന്റെയും ആവശ്യകത ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നു. രോഗത്തെക്കാൾ ഉപരി സിസ്റ്റത്തിന്റെ പരാജയമാണ് ഇവിടെ ചർച്ചയാകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വാക്സിനുകൾ എത്തിക്കാനും വിതരണം ഊർജിതമാക്കാനും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവൻ തിരികെ നൽകാൻ ഈ വൈകിയ വേളയിലുള്ള നടപടികൾക്ക് കഴിയില്ല. രാജ്യം ഇപ്പോൾ ഒരു വലിയ ആരോഗ്യ അടിയന്തരാവസ്ഥയെ നേരിടുകയാണ്.